നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ 3 ദിവസത്തെ ട്രേഡിംഗ് കഴിഞ്ഞിരിക്കുന്നു. മാർക്കറ്റ് പോസിറ്റീവായി തന്നെ തുടരുന്നു, മുന്നോട്ട് തന്നെ കുതിക്കുന്നു. 7 ദിവസം തുടർച്ചയായി മാർക്കറ്റ് പോസിറ്റീവ് ആയി കാണിച്ചിരിക്കുകയാണ്. നല്ലൊരു മുന്നേറ്റമാണ് കടന്നു വന്നത്. നിഫ്റ്റി 24,282 നിൽക്കുന്നു. വളരെ ദൂരെയൊന്നുമല്ല, എല്ലാ സമയത്തെയും ഹൈയിൽ നിന്ന് ഒരുപാട് ദൂരെയൊന്നുമല്ല, 2000 പോയിന്റോളം ദൂരെ മാത്രമാണ് നിഫ്റ്റിയുടെ നിൽപ്പ്. പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളാണ് ഇന്നൊക്കെ മാർക്കറ്റിൽ വരുന്നതെന്ന് തോന്നുന്നു. ട്രംപ് ചൈനയ്ക്ക് മേലെ ഏർപ്പെടുത്തിയ ഉപരോധം അങ്ങനെ അങ്ങ് തുടരാൻ സാധ്യതയില്ല. 50-55% വരേണ്ടി വരും ട്രംപിന്, അല്ലെങ്കിൽ ട്രംപ് അത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നൊക്കെ വാൾ സ്ട്രീറ്റ് ജേണലൊക്കെ റിപ്പോർട്ട് ചെയ്തതിൻ്റെ ബലത്തിൽ അമേരിക്കൻ വിപണികളൊക്കെ നല്ല രീതിയിൽ മുന്നേറി. അതിശക്തമായ മുന്നേറ്റം അവസാനിച്ചത് അത്ര നല്ല രീതിയിലല്ല, ഇത്തിരി കുറഞ്ഞാണ്. എങ്കിൽ തന്നെയും 2% നാസ്ഡാക്കൊക്കെ പ്ലസ്സായി കാണിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാമല്ലോ. അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റും അതേപോലെയുള്ള നീക്കങ്ങൾ കഴിഞ്ഞ പല ദിവസങ്ങളിലും നടത്തുകയുണ്ടായി. ഇന്ത്യയുടെ മാർക്കറ്റ് മുന്നേറിയത് വേറൊരു പ്രോസ്പെക്റ്റീവിലാണെന്ന് വേണമെങ്കിൽ പറയാം. ചൈനയ്ക്കെതിരെ ഏർപ്പെടുത്തുന്ന താരിഫിനെ നമ്മൾക്ക് ഗുണപ്രദമാകുമെന്നുള്ള കൺസെപ്റ്റിലാണ് ഇന്ത്യൻ മാർക്കറ്റ് മുന്നേറിയത്. അമേരിക്കൻ മാർക്കറ്റ് ഇന്നലെയൊക്കെ മുന്നേറിയത് ചൈനയ്ക്കെതിരെയുള്ള താരിഫ് കുറയ്ക്കും എന്നുള്ള ഒരു സങ്കല്പത്തിലാണ്. 50-55% വരെയൊക്കെ ആക്കുമെന്നാണ് അവർ ഇപ്പോൾ പറയുന്നത്. ഔദ്യോഗികമായി ട്രംപ് വെളിപ്പെടുത്തിയതൊന്നും അല്ല കേട്ടോ. ഇതൊക്കെ ഓരോരുത്തർ അവിടുത്തെ പവലിനെതിരെ, ഫിനാൻസ് സെക്രട്ടറിക്കെതിരെയുള്ള നടപടികളൊന്നും ഞാൻ അങ്ങനെ വ്യക്തിപരമായി ഉദ്ദേശിച്ച് ചെയ്തതല്ല എന്നൊക്കെ പറഞ്ഞ് ട്രംപ് പത്രസമ്മേളനമൊക്കെ നടത്തിയപ്പോൾ മാർക്കറ്റ് വീണ്ടും ഒരല്പം പ്രതീക്ഷയിലാണ്. അങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് അന്താരാഷ്ട്ര മാർക്കറ്റ് തീർച്ചയായിട്ടും മുന്നോട്ട് കയറിയിട്ടുണ്ട്, എല്ലാ മാർക്കറ്റുകളും തന്നെ. നമുക്ക് ഇന്നത്തെ ട്രേഡിലേക്ക് വന്നാൽ ഈ അമേരിക്കൻ സംഭവ വികാസങ്ങൾ തന്നെ തീർച്ചയായിട്ടും നമ്മളുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തുടർച്ചയായ 8ാമത്തെ ദിവസം പോസിറ്റീവായി ക്ലോസ് ചെയ്യുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത്. മാർക്കറ്റിന് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ എല്ലാം തുറന്നിടുന്നുണ്ട് വിപണി. വരാനിരിക്കുന്ന റിപ്പോർട്ടുകൾ, അല്ലെങ്കിൽ Q4 റിപ്പോർട്ടുകൾ, ഇയർലി റിപ്പോർട്ട്, ഇതൊക്കെ ഓരോ ഷെയറുകളെ സംബന്ധിച്ച് സ്പെസിഫിക്കായി മുന്നോട്ട് നയിക്കാൻ പറ്റിയത് തന്നെയാണ്. മാർക്കറ്റിൽ എയ്തർ പബ്ലിക് ഇഷ്യൂവിന് തുനിഞ്ഞിട്ടുണ്ട്. അതായത് EV സ്കൂട്ടർ നിർമ്മാതാക്കളായിട്ട് എയ്തർ 3000-ന് മുകളിലുള്ള ഒരു ഇഷ്യൂ ആണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അതിൽ നിന്ന് ഇപ്പോഴവർ കുറവ് വരുത്തിയിട്ടുണ്ട്. 10-15% കുറച്ച് 2626 കോടിക്ക് വേണ്ടിയുള്ള പബ്ലിക് ഇഷ്യൂ ആണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഇവരെല്ലാം അല്പം വ്യത്യാസങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. IPO വരുന്നതും എല്ലാം അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ അതിശക്തമായ രീതിയിൽ ജനങ്ങളുടെ ക്യാഷ് കൊണ്ടുപോയ ഒരു ജെൻസോൾ എഞ്ചിനീയറിങ്ങിൻ്റെ കഥ നമ്മൾ വായിച്ചിട്ടുണ്ട്. എല്ലാവരും വായിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു അസറ്റും ഇല്ലാതെ, യാതൊരുവിധ ഓഫീസ് അല്ലാത്ത എംപ്ലോയീസ് ഒരുപാട് ഇല്ലാതെയൊക്കെ വെറുതെ കെട്ടിപ്പൊക്കി ജനങ്ങളെ പ്രതീക്ഷ നൽകി അതിലേക്ക് കൊണ്ടേക്ക് ചാടിച്ച ഒരു സംഭവമാണ്. അവർക്ക് ഓഫീസ് വരെ ഇല്ല, 2 സ്റ്റാഫിനെ വെച്ചുകൊണ്ടാണ് ഈ കളിയെല്ലാം കളിച്ചത് എന്നൊക്കെയാണ് ഇപ്പോൾ സെബി റിപ്പോർട്ട് ചെയ്യുന്നത്. അവർ ഓരോ തവണ ഇങ്ങനെ കൊട്ടേഷൻ നേടി എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ ഫേക്കായി സൃഷ്ടിച്ചുകൊണ്ട് ഷെയറിൻ്റെ ഈ വില ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചു. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ പൊളിഞ്ഞ് പാളിസരിക്കുമെന്ന് എല്ലാവർക്കും അറിയാവുന്ന കേസുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രൊമോട്ടേഴ്സ് അതിൻ്റെ പ്രിക്കോഷനൊക്കെ എടുത്താണ് അവർ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ കേൾക്കുന്നു. അതായത് ജനങ്ങളെ പറ്റിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമായിരുന്നു അതിന് പിന്നിലെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്, സെബിയുടെ അന്വേഷണം നടക്കുമ്പോൾ മനസ്സിലാകുന്നത്. അതുപോലുള്ള
എന്താ പറയുക, ഫ്രോഡുകളിൽ ചെന്ന് നിങ്ങളൊന്നും വീഴാതിരിക്കട്ടെ. മാർക്കറ്റിനെ ശ്രദ്ധിക്കുക. മാർക്കറ്റിൽ ലോങ് ടേമിലേക്ക് നിക്ഷേപിക്കാൻ പറ്റിയ നല്ല ഷെയറുകൾ, അതായത് നമുക്ക് ട്രാക്ക് റെക്കോർഡൊക്കെ ഉള്ള ഷെയറുകൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. വെറുതെ കയറി പിടിച്ച് വേറെ ഒന്നിലും പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ മാനേജ്മെൻറ്റിനെ അറിയുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മാനേജ്മെൻറ്റാണ്, അല്ലെങ്കിൽ അതുപോലുള്ള പ്രോഡക്റ്റാണ് ഇറക്കാൻ പോകുന്നത്, മാർക്കറ്റിൽ അത് ശക്തമായി നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് കോമ്പീറ്റ് ചെയ്യാൻ ശക്തിയുള്ള ഒരു ബ്രാൻഡാണ് എന്നൊക്കെയുള്ള വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്റ്റാർട്ടപ്പിലോ പുതിയതിലോ ഒക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അത് ഉയർന്നു പോകുന്നു, 10-30% വരെ ഉയരുന്ന ഏറ്റവും പുതിയൊരു കമ്പനിയാണെങ്കിൽ അത് കഴിഞ്ഞ് അതിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് തികച്ചും അസ്വാഭാവികമാണെന്ന് മനസ്സിലാക്കണം. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നഷ്ടങ്ങളെ വരുത്തൂ. അങ്ങനെയുള്ളതൊക്കെ ഒരു 90% പേരും ഈ തരത്തിൻ്റെ പുറകെ പോകുമെന്ന് ഉറപ്പാണ്. മാർക്കറ്റിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഏത് ഷെയറിനെയും കയറി പിടിക്കുക എന്നുള്ളത് സാധാരണ ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ശീലമുണ്ടാകണം, അത് ശ്രദ്ധിക്കുക. മറ്റൊന്ന് പറയാനുള്ളത്, റിസൾട്ട് വരുന്നതനുസരിച്ച് മാർക്കറ്റിൽ ഓരോ ഷെയറിൻ്റെയും പെർഫോമൻസിലൊക്കെ വ്യത്യാസം വരും. അതിനനുസരിച്ച് അത് കയറി പോകുമ്പോൾ പിടിക്കാതെ അതിനുള്ള സാധ്യതകൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഡിപ്പുകളിൽ അത് താഴോട്ട് വരുന്ന സമയങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മാർക്കറ്റ് ഒരുപാട് ദൂരേക്കൊന്നും അല്ല ഇപ്പോൾ പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഒരുപാട് താഴെയൊന്നും അല്ല ഇപ്പോൾ കിടക്കുന്നത്. മാർക്കറ്റിൻ്റെ ഏറ്റവും ഹൈയിലേക്ക് പോകാൻ 2000 പോയിൻ്റാണ് നിഫ്റ്റിക്കുള്ളൂ. അപ്പോൾ ആ ലെവലിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. മാർക്കറ്റ് ഇടിവ് വളരെ ഒരു നിശ്ചിത സമയത്തേക്കെങ്കിലും അല്പം ടൈറ്റായിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റിൽ നിക്ഷേപിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നല്ല മുന്നേറ്റത്തിന് സാധ്യതയുള്ള ഷെയറുകൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കൂ, അത് ഈ ഏറ്റവും ഹൈയിൽ നിന്ന സമയത്തുള്ള ലെവലിലൊന്നും അല്ല ഇപ്പോഴത്തെ ഈ ബ്ലൂ ചിപ്പ് ഷെയറുകളും ലാർജ് ക്യാപ് ഷെയറുകളൊന്നും കിടക്കുന്നത്. അതിനടുത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ ഷെയറുകൾ എവിടെയാണ് കിടക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക, എന്നിട്ട് നിക്ഷേപം നടത്താൻ തീരുമാനിക്കുക. ഇന്നലത്തെ FIs ഡാറ്റ പ്ലസ്സായി തന്നെയാണ്. 3334 കോടി രൂപയുടെ ബൈയിങ് ആണ് FIs നടത്തിയിട്ടുള്ളത്. അതേസമയം DIs വിൽപ്പന നടത്തി 1324 കോടി രൂപയുടെ വിൽപ്പനയാണ് DIs നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവരൊരു കളിയിലാണ് എന്നുള്ളത് വ്യക്തമാണ്. ഇത്രയും നാൾ DIs വാങ്ങിക്കൊണ്ടിരുന്നു ഇടിഞ്ഞപ്പോഴൊക്കെ ഇപ്പോൾ അവർ അല്പം സെല്ല് ചെയ്ത് ലാഭം എടുക്കാൻ തീരുമാനിക്കുന്നു. ഇന്നലെ ബാങ്ക് നിഫ്റ്റി മൈനസായിട്ടാണ് ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ മുഴുവൻ തന്നെയും അത് സെല്ലിംഗ് പ്രഷറിലായിരുന്നു. അപ്പോൾ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞ 2-3 ദിവസങ്ങളിൽ അതിശക്തമായി മുന്നേറി. ആ മുന്നേറ്റത്തിൽ അല്പം ലാഭമെടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നു. അതേ ഉള്ളൂ. അന്ന് മാത്രം കരുതിയാൽ മതി. ഫിനാൻഷ്യൽ സെക്ടർ തന്നെയായിരിക്കും അടുത്ത അട്രാക്ഷൻ എന്നുള്ളതിന് സംശയമൊന്നും വരേണ്ട കാര്യമില്ല എന്നെനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും പ്രതീക്ഷയോടെ നിൽക്കാം. ട്രംപിൻ്റെ താരിഫ് വീണ്ടും ചർച്ചയാകുകയാണ്. അത് വീണ്ടും മാർക്കറ്റിനെ സ്വാധീനിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പോസിറ്റീവായി ചിന്തിച്ചുകൊണ്ട് തുടരുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. വീണ്ടും കാണാം.